നാളെ ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിൽ അപൂർവമായ പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകും. ഈ മഹാവിസ്മയം ലോകമെമ്പാടുമുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും നാസയും ലൈവ് സ്ട്രീമിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. നാളെ ഇന്ത്യൻ സമയം രാത്രി 10:45 മുതൽ നാസ വെബ്സൈറ്റ് വഴി തത്സമയ സംപ്രേഷണം ആരംഭിക്കും. നാളെ ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിൽ അപൂർവമായ പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകും. ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിലൂടെ കടന്നു പോകുമ്പോൾ സൂര്യപ്രകാശത്തെ പൂർണ്ണമായി മറയ്ക്കുകയും ഭൂമിയിൽ ഒരു നിഴൽ സൃഷ്ടിക്കുകയും ചെയ്യും. ഗ്രഹണത്തിന്റെ പ്രധാന പാത സൈബീരിയയുടെ വടക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ആരംഭിച്ച് ആർട്ടിക്, വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് ഗ്രീൻലൻഡ്, ഐസ്ലൻഡ്, പോർച്ചുഗലിന്റെ ഒരു ചെറിയ ഭാഗം, സ്പെയിൻ എന്നിവിടങ്ങളിലൂടെ കടന്നു പോകും. യൂറോപ്പിന്റെ മറ്റു പ്രദേശങ്ങൾ, വടക്കേ അമേരിക്ക, കാനഡയുടെ ഭൂരിഭാഗം പ്രദേശങ്ങൾ, വടക്കു പടിഞ്ഞാറൻ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ സൂര്യന്റെ ഒരു ഭാഗം മാത്രം മറയുന്ന ഭാഗിക ഗ്രഹണവും കാണാം. ഗ്രഹണപാതയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ ഉള്ളവർക്ക് സൂര്യൻ ഭാഗികമായി മറഞ്ഞിരിക്കുമ്പോൾ തന്നെ അസ്തമിക്കുന്ന അപൂർവ കാഴ്ചയും കാണാനാകും. സൂര്യൻ പൂർണ്ണമായി മറയുന്നതോടെ പകൽ വെളിച്ചം മാറി സന്ധ്യയായതിന് സമാനമായ അന്തരീക്ഷം രൂപപ്പെടും. സൂര്യന്റെ കൊറോണ ഈ സമയത്ത് തെളിഞ്ഞു വരും. ഈ മഹാവിസ്മയം ലോകമെമ്പാടുമുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും നാസയും ലൈവ് സ്ട്രീമിംഗ് സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. നാസ നാളെ ഇന്ത്യൻ സമയം രാത്രി 10:45 മുതൽ നാസ വെബ്സൈറ്റ് വഴി തത്സമയ സംപ്രേഷണം ആരംഭിക്കും. ESA സ്പെയിനിലെ ഒബ്സർവേറ്ററിയിൽ നിന്ന് വൈകുന്നേരം 7:30 SEST മുതൽ യൂട്യൂബ്, ESA വെബ് TV എന്നിവ വഴി യൂറോപ്യൻ സ്പേസ് ഏജൻസി തത്സമയം സംപ്രേഷണം ചെയ്യും. സൂര്യഗ്രഹണം കാണുമ്പോൾ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ISO 12312 സാക്ഷ്യപ്പെടുത്തിയ പ്രത്യേക കണ്ണടകളോ സോളാർ ഫിൽറ്ററുകളോ മാത്രം ഉപയോഗിക്കേണ്ടതുണ്ട്. സാധാരണ സൺഗ്ലാസുകൾ, എക്സ്റേ ഫിലിമുകൾ അല്ലെങ്കിൽ ഫിൽറ്റർ ഇല്ലാത്ത ക്യാമറ, ബൈനോക്കുലർ, ടെലിസ്കോപ്പ് എന്നിവയിലൂടെ സൂര്യനെ നോക്കുന്നത് കണ്ണിന് ഗുരുതരമായ കാഴ്ച വൈകല്യമുണ്ടാക്കും. ടെലിസ്കോപ്പുകളിലും ക്യാമറകളിലും ലെൻസിന് മുന്നിൽ തന്നെ അനുയോജ്യമായ സോളാർ ഫിൽറ്ററുകൾ ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഗ്രഹണ കണ്ണടകൾ ലഭ്യമല്ലെങ്കിൽ പിൻഹോൾ പ്രൊജക്ടർ ഉപയോഗിച്ച് പ്രതലത്തിൽ പതിക്കുന്ന നിഴൽ പ്രതിബിംബത്തിലൂടെ പരോക്ഷമായി ഗ്രഹണം കാണാവുന്നതാണ്. കുട്ടികൾ ഗ്രഹണം വീക്ഷിക്കുമ്പോൾ മുതിർന്നവരുടെ കർശന മേൽനോട്ടം ഉണ്ടായിരിക്കുകയും വേണം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.